ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി രാഷ്ട്രീയ കേരളത്തിലെ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. SNDPയും NSSും ഉൾപ്പെടെ സംഗമത്തെ പിന്തുണച്ചതിനാൽ പ്രതിപക്ഷം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ബഹിഷ്കരണം പ്രഖ്യാപിച്ചില്ലെങ്കിലും പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വിശ്വാസികൾക്കൊപ്പം എന്നാവർത്തിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാരും CPIMും. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് ഒരു വിശ്വാസ സംഗമം നടത്താനാണ് സംഘപരിവാർ സംഘടനകളുടെ തീരുമാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാപട്യമാണ്, രാഷ്ട്രീയമായ മുതലെടുപ്പാണ്, കപടമായ ഒരു അയ്യപ്പ സ്നേഹമാണ്. ഈ കപട അയ്യപ്പ ഭക്തിയും അതിൻ്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വലിയൊരു വിഭാഗം ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ വിശ്വാസിയാണ്. വിശ്വാസികൾ ഉൾപ്പെടെയല്ലേ സമൂഹം. ഉള്ളതെന്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്. CPIM വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വിശ്വാസികൾക്കൊപ്പമാണ്. ഇന്നലെയുമാണ്, ഇന്നുമാണ്, നാളെയുമാണ്. പണം 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 അത് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് വൻകിട വ്യവസായികളെയൊക്കെ കൊണ്ടുവന്ന് ഈ തരത്തിലൊരു സംഗമം സംഘടിപ്പിച്ചാൽ അത് അതിന്റെ പിന്നിലെ താല്പര്യം വാണിജ്യ താല്പര്യമാണ്, കച്ചവട താല്പര്യമാണ്. ഇതിനിടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ സുതാര്യതയില്ലെന്ന് ഹൈക്കോടതിയിൽ നിന്ന് വിമർശനവും ഉണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലെ രാഷ്ട്രീയം സംബന്ധിച്ച കാര്യങ്ങളിൽ അതിന്റെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരും. കോടതി ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങളിൽ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുക വിഷ്ണു സുരേഷാണ്. ശ്രീജിത്ത്, ഈ ആഗോള അയ്യപ്പ സംഗമം അതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് ബഹിഷ്കരിക്കുകയല്ല, വിട്ടുനിൽക്കാനാണ് UDFന്റെ തീരുമാനം. അതേസമയം BJPയുടെ ആരോപണം ഇന്നലെ വരെ നമ്മൾ കേട്ടതുപോലെയല്ല. ഇന്ന് പറയുന്നത് അതിൽ കച്ചവട താല്പര്യമുണ്ട്, വാണിജ്യ താല്പര്യമുണ്ട് എന്നതാണ്. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാകട്ടെ പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ച് ഇതിലെ രാഷ്ട്രീയവുമായ താല്പര്യമില്ല എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കാരണം സമുദായ സംഘടനകളുടെ പിന്തുണയുണ്ട്. മാത്രമല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ട് ക്ഷണിക്കാൻ നിൽക്കുന്നു. MLAമാർ MP മാരൊക്കെ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്. ഇതിലെ രാഷ്ട്രീയമാണോ UDF പ്രധാനമായി ഈ ആഗോള അയ്യപ്പ സംഗമത്തെ അതിന്റെ ഭാഗമാകാതിരിക്കുന്നതിന് കാരണമായി പറയുന്നത്? BJP എന്തുകൊണ്ടാണ് ഇതിലെ ബിസിനസ് താല്പര്യത്തെ മുൻനിർത്തി അവരുടെ പ്രതികരണങ്ങൾ നടത്തുന്നത്? അതുപോലെ തന്നെ സമാന്തരമായി മറ്റൊരു സമ്മേളനം വിളിക്കുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? GK, ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന് സർക്കാരും ദേവസ്വം ബോർഡും തിരഞ്ഞെടുത്ത സമയം തന്നെയാണ് ഇതിന്മേൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം. തദ്ദേശ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മാസങ്ങൾ മാത്രം അവശേഷിക്കെ അയ്യപ്പ സംഗമം പോലുള്ളൊരു പരിപാടി നിശ്ചയിക്കുന്നതിൽ സർക്കാരിന് രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ട് എന്ന ആരോപണമാണ് BJPയും ഒപ്പം തന്നെ UDFും ഒരുപോലെ ഉയർത്തുന്നത്. എന്നാൽ രണ്ടുപേരും രണ്ട് ദിശയിലാണ് ഈ കാര്യങ്ങളെ കാണുന്നതെന്ന് മാത്രം. എന്നാൽ ഇവർ പൊതുവായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം ഇവിടെ ഇപ്പോഴും ഉണ്ട്. അതിന് രാഷ്ട്രീയവും സാമൂഹികവുമായ മാനങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാതെ വയ്യ. അതായത് ഈ ശബരിമല സ്ത്രീപ്രവേശന വിധിയുമായി ബന്ധപ്പെട്ടുണ്ടായ സമയത്ത് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു സർക്കാർ. ആ സത്യവാങ്മൂലം ഇനിയും പിൻവലിച്ചിട്ടില്ല. റിവ്യൂ പെറ്റീഷന്റെ ഭാഗമായിട്ടുള്ള ആ സത്യവാങ്മൂലം ഇപ്പോഴും കോടതിയിൽ നിൽക്കുകയാണ്. ആ നിലപാടിൽ സർക്കാർ മാറ്റം വരുത്താത്തതോളം എന്തിനാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന ചോദ്യമാണ് UDF കോൺഗ്രസ് ഉയർത്തുന്നത്. ഇതോടൊപ്പം തന്നെ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് യുവതീ പ്രവേശന വിധി ഉണ്ടായ സമയത്ത് പ്രതിഷേധത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവരുടെ പേരിൽ രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ അടൂർ പ്രകാശും അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ എല്ലാം ഇപ്പോഴും കേസുണ്ട്. അത്തരം കേസുകൾ പിൻവലിക്കാതെ എങ്ങനെയാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുക? ഈ ചോദ്യം ഉയർത്തിയാണ് ഈ അയ്യപ്പ സംഗമത്തെ UDF എതിർക്കുന്നത്. അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അനൗദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ബഹിഷ്കരണം പ്രഖ്യാപിക്കാത്തതിന് കാരണം വിശ്വാസികളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയത്തിൽ ബഹിഷ്കരണം പ്രഖ്യാപിക്കുന്നത് ഒരു ജനാധിപത്യ രീതിയല്ല. അതുകൊണ്ട് അവർ വിട്ടുനിൽക്കുന്നു എന്ന് മാത്രം, ബഹിഷ്കരണം പ്രഖ്യാപിക്കാതെ വിട്ടുനിൽക്കുന്നു എന്ന് മാത്രം. ഇവിടെ UDF കാണുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ശബരിമലയുടെ വികസനത്തിന് 9.5 കൊല്ലക്കാലവും ഒന്നും ചെയ്യാതിരുന്ന ശേഷം ഇപ്പോൾ ഈ അയ്യപ്പ സംഗമവുമായി ഇറങ്ങുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് UDF തുറന്നു കാണിക്കുന്നത്. BJP ആകട്ടെ GK സൂചിപ്പിച്ച പോലെ ഈ കാര്യത്തിൽ വിശ്വാസികളെ ആകർഷിക്കാനുള്ള ഒരു ശ്രമം അവരും കാണുന്നത് ഇതിലെ രാഷ്ട്രീയം തന്നെയാണ്. എന്നാൽ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് വൻതോതിൽ ധനസമാഹരണം നടത്താൻ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന സംശയം BJP നേതാക്കൾ തുടക്കം മുതൽ ഉന്നയിക്കുന്നുണ്ട്. ഇടക്കാലത്ത് ആ ആരോപണം ഒന്ന് പിൻവലിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വീണ്ടും ശക്തി പ്രാപിക്കുന്നു. സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട്, പണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരമൊരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നാണ്
BJP ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് സമാന്തരമായിട്ടൊരു വിശ്വാസി സംഗമ പരിപാടി 12 സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ BJP പിന്തുണയോടുകൂടി പരിവാർ സംഘടനകൾ മുന്നോട്ട് വരുന്നത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നമ്മളോടൊപ്പം വിഷ്ണു സുരേഷ് കൂടി ചേരുന്നു. കോടതി ഇടപെടൽ സംബന്ധിച്ച കാര്യങ്ങളാണ് വിഷ്ണു പറയുക. വിഷ്ണു, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിലെ സുതാര്യത സംബന്ധിച്ച് ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കാനിടയായ സാഹചര്യം എന്താണ്? ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണോ ഈ കാര്യങ്ങൾ പരിശോധിച്ചത്? നേരത്തെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എങ്ങനെയാണ് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ കഴിയുക? അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഹർജി കോടതിയുടെ മുന്നിലുണ്ടായിരുന്നു. ആ ഹർജി പരിഗണിക്കുമ്പോഴാണോ ഇതിലെ സുതാര്യത സംബന്ധിച്ച കാര്യങ്ങളിൽ ഹൈക്കോടതി ഇന്ന് സംശയം രേഖപ്പെടുത്തിയത്? എന്താണ് കോടതി നടത്തിയ നിരീക്ഷണം? GK, നിലവിൽ ദേവസ്വം ബെഞ്ച് അല്ല ഇത് പരിഗണിച്ചത്. ഓണം അവധിയാണ് കോടതി, അതുകൊണ്ട് അവധിക്കാല ബെഞ്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിച്ചത്. 9-ാം തീയതി ആയിരിക്കും ഈ ഹർജി ദേവസ്വം ബെഞ്ച് വിശദമായി പരിഗണിക്കുക. ഇന്ന് ചില നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഒക്കെ കോടതിയുടെ ഭാഗത്ത് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കോടതി ചോദിച്ചത് ഇതാരാണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നാണ്. സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കുന്നത്. ആഗോള മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയ എന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. ഒപ്പം കോടതി ചോദിച്ചു ഇതിനുള്ള ധനസമാഹരണമൊക്കെ ആരാണ് നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്പോൺസർമാരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്ന് സർക്കാർ മറുപടി നൽകി. അതാണ് കോടതിയിൽ ഇത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന നിരീക്ഷണത്തിന് വഴിവെച്ചത്. കോടതി വ്യക്തമാക്കിയത് അയ്യപ്പന്റെ പേരിൽ ഇങ്ങനെ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സ്പോൺസർഷിപ്പ് പിടിക്കുന്നത് ശരിയാണോ, അത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം ഇതിന്റെ ധനസമാഹരണവും ഇതിന്റെ ചെലവും സംബന്ധിച്ച് ഇതിന്റെ ആകെ നടത്തിപ്പ് ഷെഡ്യൂൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ ഒരു റിപ്പോർട്ടായി ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ എത്തിക്കണം എന്നാണ് ഇന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അജീഷ് കളത്തിൽ എന്ന് പറയുന്ന ആൾ നൽകിയ, അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം തടയണം, അത് പൊതുഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ച് നടത്തുന്നതാണ്, വലിയ നഷ്ടമുണ്ടാക്കുമെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുള്ള ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. 9-ാം തീയതിയാണ് സംസ്ഥാന സർക്കാരിനോട് ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊരു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. 9-ാം തീയതി ദേവസ്വം ബെഞ്ച് ഹർജി വിശദമായി പരിഗണിക്കും. GK. ശരി, വിഷ്ണു സുരേഷ്, അതോടൊപ്പം തന്നെ ആർ ശ്രീജിത്ത് എന്നിവരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.